ദുരന്ത പിറ്റേന്നാണ് ഇന്ന് 294 മരണങ്ങൾ സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നു. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ രണ്ടാമത്തെ വിമാന ദുരന്തം, കഴിഞ്ഞ 3 പതിറ്റാണ്ടിനിടെയുണ്ടായ ഏറ്റവും വലിയ ദുരന്തത്തിന്റെ നടുക്കത്തിലാണ് രാജ്യം. എങ്ങനെ ഈ അപകടം എന്നതിനെ സംബന്ധിച്ച അന്വേഷണം പുരോഗമിക്കുകയാണ്. 2014 എയർ ഇന്ത്യക്ക് ലഭിച്ച ഡ്രീം ലൈനർ വിമാനമാണ് ഇന്നലെ കത്തിയമർന്നത്. 2016 കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ഈ വിമാനത്തിന്റെ ചില ദൃശ്യങ്ങൾ കൂടി ഇപ്പോൾ വാർത്താ ഏജൻസിയായ റോയിറ്റേഴ്സ് പങ്കുവച്ചിരുന്നു. ആ ദൃശ്യങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിവരം എന്ന് പറയുന്നത് അപകടത്തിൽപ്പെട്ട വിമാനത്തിന്റെ ഡിജിറ്റൽ വീഡിയോ റെക്കോർഡർ കണ്ടെത്തി എന്നുള്ളതാണ്. ബ്ലാക്ക് ബോക്സ് കണ്ടെത്താനുള്ള ശ്രമം പുരോഗമിക്കുകയുമാണ്. ഡൽഹിയിൽ നിന്നും അനൂപ് ദാസ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അനൂപ്, ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങളാണ് സ്വാഭാവികമായിട്ടും ബ്ലാക്ക് ബോക്സും DVR അടക്കമുള്ള ആ സാങ്കേതിക സംവിധാനത്തിലൂടെ തിരിച്ചറിയാനിരിക്കുന്നത്. നിയമപ്രകാരം 30 ദിവസത്തിനുള്ളിൽ ആദ്യമായിട്ടുള്ള ഒരു റിപ്പോർട്ട് സമർപ്പിക്കേണ്ടതുണ്ട്. എങ്ങനെയാണ് അന്വേഷണം നടക്കുന്നത്? ഏതൊക്കെ ഏജൻസികൾ ഇപ്പോൾ ഇതിൽ വ്യാപൃതരായിട്ടുണ്ട്? എന്തൊക്കെ കണ്ടെത്താൻ കഴിഞ്ഞു ഇതുവരെ? DVR ആണ് കണ്ടെത്തിയ വളരെ പ്രധാനപ്പെട്ട ഒരു തെളിവ്. അത് വിശദമായി പരിശോധിച്ച് കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭ്യമാക്കാൻ കഴിയും. എന്താണ് സംഭവിച്ചത് എന്നത് സംബന്ധിച്ച് ബ്ലാക്ക് ബോക്സ് ലഭിക്കണം, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിനു വേണ്ടിയിട്ടുള്ള പരിശോധന ഇപ്പോഴും അഹമ്മദാബാദിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അത് ലഭിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് അന്വേഷണത്തെ സംബന്ധിച്ചാണ്. 2 നിലയിലുള്ള അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത്. ഒന്ന്, വ്യോമയാന മന്ത്രാലയം നേരത്തെ തന്നെ ഈ അപകടം നടന്ന ഉടനെ തന്നെ പ്രഖ്യാപിച്ച അന്വേഷണം, അത് അന്താരാഷ്ട്ര മാനദണ്ഡത്തിനനുസരിച്ചിട്ടുള്ള അന്വേഷണമാണ് നടക്കുക. അതിൻ്റെ റിപ്പോർട്ട്, പ്രാഥമികമായിട്ടുള്ള റിപ്പോർട്ട് 30 ദിവസത്തിനകം സമർപ്പിക്കണം. അത് കഴിഞ്ഞിട്ട് റിപ്പോർട്ട് ഏതാണ്ട് 1-2 വർഷമൊക്കെ നീണ്ടുപോയ ചരിത്രമാണ് നേരത്തെ ഉള്ളത്. എന്തായാലും അതിന് പുറമെ മറ്റൊരു അന്വേഷണം കൂടി, ഒരു ഉന്നതതല സമിതിയെ കൂടി നിയോഗിച്ചിട്ടുണ്ട് കേന്ദ്ര സർക്കാർ. ആ സമിതിയോട് പറഞ്ഞിരിക്കുന്ന കാര്യം, ഈ അപകടത്തിന്റെ കാരണം എന്ത് എന്ന് കണ്ടെത്തണം. ഒപ്പം തന്നെ ഇനി സമാനമായിട്ടുള്ള അപകടം ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ സമർപ്പിക്കണം എന്നുള്ളതാണ്. ആ സമിതിയുടെ രൂപീകരണം ഉടൻ തന്നെ ഉണ്ടാകും. എന്തായാലും അങ്ങനെ ഒരു സമിതി രൂപീകരിക്കുമെന്ന് ഇന്നലെ തന്നെ വ്യോമയാന മന്ത്രാലയം പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ 2 സമിതികളുടെ അന്വേഷണം നടക്കുന്നു. ഒപ്പം തന്നെ പരിക്കേറ്റ ആളുകളുടെ ചികിത്സയാണ് മറ്റൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ ഏതാണ്ട് 30ഓളം ഈ മെഡിക്കൽ കോളേജിലെ 30ഓളം വിദ്യാർത്ഥികൾ ചികിത്സയിലുണ്ട് എന്ന വിവരമുണ്ട്. അതിന് പുറമെ തന്നെ നാട്ടുകാരായിട്ടുള്ള ആളുകൾ ചികിത്സയിലുണ്ട്. ഒപ്പം വിമാനത്തിൽ യാത്രക്കാരനായിരുന്ന ഒരാൾ. ഇത്രയും ആളുകൾ ചികിത്സയിലിരിക്കുന്നു. മരണസംഖ്യ ഇനിയും ഉയരാനുള്ള സാധ്യതയുണ്ട് എന്ന് അവിടുത്തെ ഗുജറാത്തിലെ പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. പക്ഷേ ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പ് ഇത് സംബന്ധിച്ച് വന്നിട്ടില്ല. മറ്റൊന്ന്, മരിച്ച ആളുകളുടെ മൃതദേഹം വിട്ടു നൽകാനുള്ള നടപടിക്രമങ്ങളാണ്. ആ നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ്. മുഴുവൻ ആളുകളുടെയും മൃതദേഹം DNA പരിശോധന നടത്തി സ്ഥിരീകരിച്ച് മാത്രമേ വിട്ടു നൽകാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് ചെറിയ സമയം വൈകിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ നടപടികൾ വേഗത്തിൽ തന്നെ പൂർത്തിയാക്കാൻ വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ സംസ്ഥാന സർക്കാർ തന്നെ ഇടപെട്ട് നടക്കുന്നുമുണ്ട്. അനൂപ്, ഒപ്പം ഡ്രീം ലൈനർ വിമാനങ്ങൾ, ബോയിങ്ങിന്റെ ഡ്രീം ലൈനർ വിമാനങ്ങൾ ഗ്രൗണ്ട് ചെയ്യുന്നു എന്നൊരു അഭ്യൂഹം അല്ലെങ്കിൽ സ്ഥിരീകരിക്കാത്ത സൂചനകൾ നേരത്തെ വന്നിരുന്നു. അക്കാര്യത്തിൽ വ്യോമയാന മന്ത്രാലയം എന്തെങ്കിലും തീരുമാനമെടുത്തിട്ടുണ്ടോ? ഇല്ല, ഔദ്യോഗികമായിട്ട് അങ്ങനെ ഒരു പ്രഖ്യാപനം വന്നിട്ടില്ല. നേരത്തെയും സമാനമായിട്ടുള്ള വിമാന ദുരന്തങ്ങൾ ലോകത്തിന്റെ പല കോണുകളിൽ നടന്നപ്പോൾ ആ വിമാന ദുരന്തത്തിന് കാരണമായിട്ടുള്ള വിമാനങ്ങൾ തിരിച്ചിറക്കുകയും ഏതെങ്കിലും നിലയിലുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിച്ച് വീണ്ടും പറക്കലിന് ഉപയോഗിക്കാമെന്ന തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്തിരുന്നു. ബോയിങ്ങിൻ്റെ തന്നെ പല വിമാനങ്ങളും നേരത്തെ സമാനമായി ചെയ്തിട്ടുണ്ട്. അതല്ലാതെ ഈ വിമാനങ്ങളൊക്കെ ഇനി സർവീസ് നടത്തേണ്ട എന്ന തീരുമാനത്തിലേക്കല്ല, ഇത്തരം ഈ ശ്രേണിയിലുള്ള വിമാനങ്ങളൊക്കെ തിരിച്ചിറക്കുകയും അതിന് എന്താണ് പ്രശ്നമെന്ന് കണ്ടെത്തി അത് പരിഹരിക്കുകയും ചെയ്തതിനു ശേഷം മാത്രം പറക്കാൻ അനുവദിക്കുക എന്നുള്ളതാണ്. അത്തരമൊരു തീരുമാനത്തിലേക്ക് പോകുന്നു എന്ന വിവരമാണ് നമുക്ക് മുന്നിലുള്ളത്. പക്ഷേ ഔദ്യോഗികമായിട്ട് അക്കാര്യം സർക്കാർ പ്രഖ്യാപിച്ചിട്ടില്ല.